പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം എംപിമാർ മത്സരിക്കേണ്ടതാണ്. കഴിഞ്ഞാണ് ഞാൻ നേമത്ത് മത്സരിച്ചത് നേമത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലാണ്. അപ്പോൾ ജനം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് ജനം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ജനങ്ങളെ അധികമായിട്ട് പരീക്ഷിക്കുന്നത് ശരിയാണ്. ഞാൻ 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുത്തി വെച്ച ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കില്ല. എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കം. ഇതിന് എല്ലാ കാര്യങ്ങൾക്കും എക്സംഷൻ ഉണ്ട്. പക്ഷേ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. തീർച്ചയായിട്ടും മുന്നണി വിപുലീകരണം അജണ്ടയിലുണ്ട്. അതെന്തായാലും ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ വിപുലീകരണം ഇല്ലാതെ അസംബ്ലിയിൽ വിപുലീകരിക്കാൻ പോയാൽ സാധാരണ പ്രവർത്തകർക്ക് അതിനോട് വിയോജിപ്പുണ്ടാവും. കാരണം അവരുടെ ഇലക്ഷൻ വരുമ്പോൾ വിപുലീകരണമില്ല, നേതാക്കന്മാരുടെ ഇലക്ഷൻ വരുമ്പോൾ വിപുലീകരണം എന്ന് പറഞ്ഞാൽ അത് ജനം ഇഷ്ടപ്പെടില്ല, പാർട്ടി പ്രവർത്തകർ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വിപുലീകരണം ഉണ്ടെങ്കിൽ അത് ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പായിരിക്കണം. ഇതുവരെയുള്ള കീഴ്വഴക്കം അനുസരിച്ച് എംപിമാർ മത്സരിക്കേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഹരിയാനയിലും 1-2 എംപിമാർ മത്സരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഹൈക്കമാൻഡ് കർശനമായിട്ട് തടഞ്ഞു. ഇപ്പൊ അതിന് ഈ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഇതുവരെയായിട്ട് ഞങ്ങളെ സമീപിച്ചിട്ടില്ലല്ലോ. അത് അന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ ഞങ്ങളുടെ അജണ്ടയിലില്ല. അതുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വാതിൽ അടച്ചു തന്നെയാണുള്ളത്.